ബി.ജെ.പി. വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇലക്ട്രൽ ബോണ്ടിലെ ചില ഭാഗങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ അവർ, മികച്ച കൂടിയാലോചനകളിലൂടെ അവ ഏതെങ്കിലും രൂപത്തിൽ തിരികെ കൊണ്ടുവരാനാണ് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപകരുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിലയിരുത്തും. പ്രാഥമികമായി സുതാര്യത നിലനിർത്തി ഇലക്ട്രൽ ബോണ്ടിലേക്ക് കള്ളപ്പണം ഒഴുകുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും അവർ പറഞ്ഞു. അതേസമയം സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമോയെന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും നിർമ്മല വ്യക്തമാക്കി. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ധനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇതാദ്യമായല്ല ഇലക്ട്രൽ ബോണ്ടിനെ അനുകൂലിച്ച് നിർമ്മല സീതാരാമൻ രംഗത്തെത്തുന്നത്. മുൻപ് ഉണ്ടായിരുന്ന സംവിധാനത്തേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് അവർ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തിരഞ്ഞെടുപ്പ് ധനസഹായം കുറ്റമറ്റതാക്കാനാണ് ബി.ജെ.പി. ഈ നിയമം കൊണ്ടുവന്നതെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യതയിലൂടെ നടക്കേണ്ടതുണ്ടെന്നും നിർമ്മല വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ 2018 ജനുവരി 2-നാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിലയിരുത്തിയാണ് ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശ നിയമത്തിന്റെയും ഭരണഘടനയുടെ 19-ാം അനുച്ഛേദത്തിന്റെയും ലംഘനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞ കോടതി, ഇലക്ട്രൽ ബോണ്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനുള്ള പദ്ധതി ആണെന്നും നിരീക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം രാജ്യത്ത് തെക്ക് വടക്ക് വിഭജനം നടത്തുകയാണ് എന്നും പ്രതിപക്ഷം അഴിമതിക്കാരാണെന്നും കേന്ദ്ര ധനമന്ത്രി ആരോപിച്ചു. 2024-ലെ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രസക്തമാകും. പണപ്പെരുപ്പം സർക്കാർ ഇടപെട്ട് നിയന്ത്രണത്തിലാക്കി. ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി.യുടെ യഥാർത്ഥ ലക്ഷ്യം 370 സീറ്റാണെന്നും നിർമ്മല കൂട്ടിച്ചേർത്തു. കൂടാതെ ബി.ജെ.പിയിലേക്ക് കൂറുമാറി വന്ന രാഷ്ട്രീയ നേതാക്കളുടെ ക്രിമിനൽ കുറ്റങ്ങൾ ഇല്ലാതാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും നിർമ്മല പ്രതികരിച്ചു. ഇന്ന് പാർട്ടിയിൽ വന്നാൽ നാളെ കേസ് അവസാനിപ്പിക്കാമെന്ന് ബി.ജെ.പി. പറഞ്ഞിട്ടില്ല. കേസെടുക്കേണ്ടത് കോടതിയിലൂടെയാണ്. കുറ്റക്കാർ ബി.ജെ.പിയിലെത്തിയെന്ന് കരുതി കോടതി കേസ് ഇല്ലാതാക്കില്ല. അങ്ങനെയൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ എന്ന വാക്ക് ഇവർ കോടതിക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്, അവർ ചോദിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റൂം.